ഹലോ ഗൈസ്, നമ്മുടെ നാനയുടെയും ആദർശിൻ്റെയും ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അങ്ങനെ ആദർശ് നാനയെ കൂട്ടി അനന്തപുരിയിലേക്ക് വന്നപ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. പക്ഷേ അനാമികക്കും ജലജയ്ക്കും ജാനകിക്കും ഇത് തീരെ സഹിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ആദർശും നാനയും കൂടി മുറിയിലിരുന്ന് സംസാരിക്കാണ് കേട്ടോ. ആദർശ് പറയുന്നുണ്ട് നാനയോട്, ഇനി നമുക്കൊരു കുട്ടിയെക്കുറിച്ചൊക്കെ ചിന്തിച്ചൂടെ നാനെ? മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അമ്മയുടെയൊക്കെ ഒരുപാട് കാലത്തെ ആഗ്രഹം അത്. ഇത്രയും കാലം ഞാനൊരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അമ്മയ്ക്ക് നിന്നെ ഇഷ്ടമല്ലായിരുന്നല്ലോ. അപ്പോൾ ആ ദേഷ്യം കുഞ്ഞിനോടും വരുമെന്ന് പേടിച്ചുകൊണ്ടാ. ഇപ്പം എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ, ഇനി നമുക്കൊരു കുട്ടിയാവാം. ഇത് കേൾക്കുമ്പോൾ നാനയും പറയുന്നുണ്ട് അതേ ആദർശേട്ടാ, ഇനി നമുക്കൊരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കണം. അത് അമ്മക്കും വളരെ സന്തോഷമാവും. പിന്നീടുള്ള ദിവസങ്ങൾ ആദർശിൻ്റെയും നാനയുടെയും ജീവിതത്തിൽ വളരെ സന്തോഷകരമായ ദിനങ്ങളായിരുന്നു കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ അനാമികക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അനാമിക എന്ത് ചെയ്യുന്നുണ്ട്, റൂമിലേക്ക് പോകുന്നുണ്ട് അനിയുടെ അടുത്തേക്ക്. പക്ഷെ അനാമികയോട് സംസാരിക്കാൻ അനിക്ക് തീരെ താല്പര്യമില്ല. എന്നിട്ട് അനാമിക അനിയോട് പറയുന്നുണ്ട്, ഓ നിന്റെ ഏട്ടത്തി ഇവിടെ കയറി കൂടി. ഇവള് മാറി എന്ത് കൈവശം വെച്ചിട്ടാണാവോ ഈ അനന്തപുരിയിലെ ആണുങ്ങളെയൊക്കെ വശീകരിച്ച് വെക്കുന്നത്. രണ്ടുപേര് ഇങ്ങോട്ടേക്ക് മരുമകളായിട്ട് കയറിക്കൂടി. ഇനി മൂന്നാമതൊരാള് ഞാനിവിടെ നിന്ന് ഇറങ്ങുന്നേയും കാത്തു നിൽക്കുന്നുണ്ട്. നിന്റെ ഏട്ടത്തി ഇവിടെ നിന്ന് ഇറങ്ങിയ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ ഒന്നിക്ക് ആദർശേട്ടൻ പോവും, അല്ലെങ്കിൽ വല്യമ്മ പോവും. ഇങ്ങനെയൊക്കെ അനാമിക പറയുന്നുണ്ടെങ്കിലും അനി അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല കേട്ടോ. എന്നിട്ട് അനിയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി അനാമിക പറയാണ് കേട്ടോ, ആ നന്ദു ഉണ്ടല്ലോ, അവൾ എന്ത് കൈവശം തന്നിട്ടാ നിന്നെയൊക്കെ മയക്കെടുത്തേന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പോഴും ആ നന്ദുവിന് ഈ അനന്തപുരി തറവാട്ടിലെ മരുമകളായി കയറി വരാൻ ആഗ്രഹം. ഇത്രക്ക് പണത്തിനോട് ആർത്തിയുള്ള ഒരു കുടുംബത്തെ ഞാൻ കണ്ടിട്ടില്ല. കഞ്ഞിക്ക് വകയില്ലെങ്കിലും കോടീശ്വര കുടുംബത്തിലേക്ക് കല്യാണം കഴിപ്പിച്ചു വിടാൻ കനകയ്ക്ക് യോഗമുണ്ടായി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ടായിനി, എടി നീ കുറേ നേരമല്ലോ തുടങ്ങിയിട്ട്, എന്താ നിന്റെ ഉദ്ദേശം? ഞാനേട്ടത്തി തിരിച്ചു വന്നതാണോ നിന്റെ പ്രശ്നം? ആണോ? ഏട്ടത്തി എങ്ങനെയായാലും തിരിച്ചു വരും. കാരണം ഏട്ടത്തിയുടെ മനസ്സിൽ നന്മയുണ്ട്. ആ നന്മ തിരിച്ചറിഞ്ഞിട്ടാ വല്യമ്മയും ആദർശേട്ടനും നായനേട്ടത്തി ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവന്നത്. ഇത് കേട്ട ഉടൻ തന്നെ അനാമിക പറയുന്നുണ്ട്, നാന ഇങ്ങോട്ട് വന്നതിൽ എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ ആ നന്ദു ഉണ്ടല്ലോ, നന്ദു ആയിട്ടുള്ള എൻ്റെ സകല ബന്ധം അവസാനിപ്പിക്കണം. ഇപ്പോൾ അവൾ ട്രെയിനിങ്ങിന് പോയിട്ട് പോലും നീ അവളെ വിളിക്കാറില്ലേ? അവളെ ഇനി നീ വിളിക്കരുതെന്ന് പറയാനുള്ള ആ അവകാശം കൊണ്ട് നീ ഇങ്ങോട്ടേക്ക് വരണ്ട അനാമികെ. എനിക്കിഷ്ടമുള്ളപ്പോഴൊക്കെ നന്ദുവിനെ വിളിക്കും, സംസാരിക്കും, കാണും. അതൊന്ന് ചോദിക്കാൻ നീ ആരാ? നീ നിന്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയും കാമുകൻ്റെ കൂടെയും കറങ്ങി നടക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും നിന്നോട് പറയാറുണ്ടോ? നിന്നെ വിലക്കാറുണ്ടോ? പിന്നെ എന്തിനാ നീ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? പരസ്യമായി നീ നിന്റെ കാമുകനെയും കെട്ടിപ്പിടിച്ച് നിന്നപ്പോൾ അത് കണ്ടു നിന്ന് ഞാൻ എന്തെങ്കിലും നിന്നെ ചോദ്യം ചെയ്യാൻ വന്നോ? ഇല്ലല്ലോ. ഈ സമയത്ത് നന്ദുവിൻ്റെ കോള് വരുന്നുണ്ട് കേട്ടോ. നന്ദുവിൻ്റെ കോളാണെന്ന് അനാമയൊക്കെ മനസ്സിലാകുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് എനിക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാതെ നന്ദുവിൻ്റെ കോൾ അറ്റൻഡ് ചെയ്യാണ് കേട്ടോ, അനാമികയുടെ മുന്നിൽ വെച്ച് തന്നെ. എന്നിട്ട് അനി ചോദിക്കുന്നുണ്ട്, എന്താ നന്ദു ഈ സമയത്ത് വിളിക്കുന്നത്? അല്ല നിന്റെ ഒരു മിസ് കോള് കണ്ടല്ലോ. ആ സമയത്ത് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, അതാ കോൾ എടുക്കാൻ ഞാൻ. എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനാണോ നീ വിളിച്ചത്? അപ്പോൾ അനി പറയുന്നുണ്ട്, അത്യാവശ്യമൊന്നുമില്ല നന്ദു, വെറുതെ നിന്നോടൊന്ന് സംസാരിക്കാലോ എന്ന് ചോദിച്ച് വിളിച്ചതാ. നിന്നോട് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിന് വല്ലാതെ ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്, അതുകൊണ്ട് വിളിച്ചെന്നേ ഉള്ളൂ. ഇത് കേട്ടുകൊണ്ട് അനാമിക അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അനാമിക ദേഷ്യം കൊണ്ട് തുള്ളുന്നുണ്ട്. എന്നിട്ട് നേരെ പുറത്തേക്ക് പോയി വേണുവിന് കോൾ ചെയ്യുന്നുണ്ട്. ഈ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായിരിക്കും സംഭവിക്കുക? തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.